PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC 2024 നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. 1. മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനായും കെ കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. ഇത് ശരിയായ പ്രസ്താവനയാണ്. 2. ഗാന്ധിജിയുടെ അനുവാദത്തോടെ കെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. ഗാന്ധിജിയുടെ അനുവാദത്തോടെ കെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. ഇതും ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. 3. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. ഇതും ശരിയായ പ്രസ്താവനയാണ്. 4. പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഒരു കാൽനട സമര പ്രചാരണ ജാഥ പുറപ്പെട്ടു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. നമ്മളോട് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ശരി ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3 ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3. രണ്ടാമത്തെ ചോദ്യം: ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 1. 1947 തൃശ്ശൂരിൽ വെച്ച് കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. 1947 തൃശ്ശൂരിൽ വെച്ച് കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. ഇത് ശരിയായ പ്രസ്താവനയാണ്. 2. 1949 ജൂലൈ 1 നടന്ന തിരുകൊച്ചി സംയോജനം ഐക്യ കേരളത്തിൻ്റെ ആദ്യപടിയായി കണക്കാക്കപ്പെട്ടു. 1949 ജൂലൈ 1 നടന്ന തിരുകൊച്ചി സംയോജനം ഐക്യ കേരളത്തിൻ്റെ ആദ്യപടിയായി കണക്കാക്കപ്പെട്ടു. ഇതും ശരിയായ പ്രസ്താവനയാണ്. 3. സർദാർ KM പണിക്കർ അധ്യക്ഷനായി ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായി. ഇത് തെറ്റായ പ്രസ്താവനയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ സർദാർ KM പണിക്കരല്ല, ഫസൽ അലിയാണ്. ഫസൽ അലി. 4. 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വന്നു. 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വന്നു. ഇതും ശരിയായ പ്രസ്താവനയാണ്. ഇപ്പോൾ നമ്മളോട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ എ 1, 2, 4 ശരിയാണ്. 1, 2, 4 ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം: അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 1. അപ്പോൾ ഏതൊക്കെയാണ് ശരിയുത്തരം വരുന്നത്? 1, 3, 4 ശരിയുത്തരം. 1. ബ്രിട്ടനെതിരായുള്ള കോളനിക്കാരുടെ ആക്ഷേപത്തിന് പ്രധാന കാരണം മെർക്കന്റലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തമായിരുന്നു. ബ്രിട്ടനെതിരായുള്ള കോളനിക്കാരുടെ ആക്ഷേപത്തിന് പ്രധാന കാരണം മെർക്കന്റലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തം ആയിരുന്നു. ഇത് ശരിയായ പ്രസ്താവനയാണ്. അതുപോലെ 1764 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പഞ്ചസാര ആക്ട് പാസാക്കി. 1764 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പഞ്ചസാര നിയമം പാസാക്കി. ഈ നിയമം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയിൽ മേൽ ഒരു ചുങ്കം ചുമത്തി. ഈ നിയമം
അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയിന്മേൽ ഒരു ചുങ്കം ചുമത്തി. ഇതും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. 4. ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ടൗൺഷെൻഡ് അമേരിക്കൻ ഇറക്കുമതി ചുങ്ക നിയമം പാസാക്കി. ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ടൗൺഷെൻഡ് അമേരിക്കൻ ഇറക്കുമതി ചുങ്ക നിയമം പാസാക്കി. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ശരിയായ പ്രസ്താവനകളാണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി 1, 3, 4 ശരിയാണ്. അഡോൾഫ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 1. ഹിറ്റ്ലർ രചിച്ച നാസിസത്തിന്റെ സുവിശേഷ ഗ്രന്ഥമാണ് മെയിൻ കാംഫ് അഥവാ എൻ്റെ സമരം. ഹിറ്റ്ലർ രചിച്ച നാസിസത്തിന്റെ സുവിശേഷ ഗ്രന്ഥമാണ് മെയിൻ കാംഫ് അഥവാ എൻ്റെ സമരം. ഇത് ശരിയായ പ്രസ്താവനയാണ്. 2. 1934 ജർമ്മൻ പ്രസിഡന്റ് ഹിൻഡൻബർഗ് അന്തരിച്ചപ്പോൾ ഹിറ്റ്ലർ ചാൻസലർ സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും തന്നിൽ ഏകീകരിച്ച് മൂന്നാം ജർമ്മൻ സാമ്രാജ്യം സ്ഥാപിച്ചു. 1934 ജർമ്മൻ പ്രസിഡന്റ് ഹിൻഡൻബർഗ് അന്തരിച്ചപ്പോൾ ഹിറ്റ്ലർ ചാൻസലർ സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും തന്നിൽ ഏകീകരിച്ച് മൂന്നാം ജർമ്മൻ സാമ്രാജ്യം സ്ഥാപിച്ചു. ഇതും ശരിയായ പ്രസ്താവനയാണ്. 3. ഹിറ്റ്ലർ രൂപീകരിച്ച ഒരു സന്നദ്ധ സേന ആയിരുന്നു ബ്ലാക്ക് ഷർട്ട്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. 4. ഹിറ്റ്ലർ ചാരവൃത്തിക്ക് വേണ്ടി വിദഗ്ധ പരിശീലനം കൊടുത്തവരായിരുന്നു എലൈറ്റ് ഗാർഡ്. ഹിറ്റ്ലർ ചാരവൃത്തിക്ക് വേണ്ടി വിദഗ്ധ പരിശീലനം കൊടുത്തവരായിരുന്നു എലൈറ്റ് ഗാർഡ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. നമ്മളോട് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ഡി 1, 2, 4 ശരിയാണ്. 1, 2, 4 ശരിയാണ്. 5-ാമത്തെ ചോദ്യം. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളാണ് ചമ്പാരൻ സത്യാഗ്രഹം, ഖേദ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം. ഇവ മൂന്നും ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ എ 2, 3, 4 ശരിയാണ്. 6-ാമത്തെ ചോദ്യം. 77-ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്നവയുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 77-ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്നവയുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. മികച്ച നടൻ ജെസ്സി പ്ലെമോൺസ്. മികച്ച നടൻ ജെസ്സി പ്ലെമോൺസ് ആണ്. മികച്ച നടി എമിലിയ പെരസ് ആണ്. മികച്ച നടി എമിലിയ പെരസ്. ജൂറി പ്രൈസ് ആർക്കാണ് ലഭിച്ചത്? എമിലിയ പെരസിനാണ് ലഭിച്ചത്. മികച്ച സംവിധായകൻ മിഗ്വൽ ഗോമസ് ആണ്. മികച്ച സംവിധായകൻ മിഗ്വൽ ഗോമസ് ആണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. 7-ാമത്തെ ചോദ്യം. ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രോട്ടോകോൾ ഏതാണ്? ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രോട്ടോകോൾ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. ക്യോട്ടോ പ്രോട്ടോകോൾ. 8-ാമത്തെ ചോദ്യം. ആനർ ഗിർന ഏത് നദിയുടെ പോഷക നദികളാണ്? ആനർ ഗിർന ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്? താപ്തി നദിയുടെ പോഷക നദികളാണ് ആനറും ഗിർണയും. ആനർ ഗിർണ. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ഡി താപ്തി. 9-ാമത്തെ ചോദ്യം. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ ദുർഗ്. ദുർഗിലാണ് 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത്. 10-ാമത്തെ ചോദ്യം. രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വരയിലേക്ക് വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്?
രാത്രികാലങ്ങളിൽ പർവ്വതപ്രദേശങ്ങളിൽ നിന്നും താഴ്വരയിലേക്ക് വീശുന്ന കാറ്റിൻ്റെ പേരാണ് പർവ്വതക്കാറ്റ്. 11-ാമത്തെ ചോദ്യം. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ എന്താണ് വിളിക്കുന്നത്? ധരാതലീയ ഭൂപടങ്ങളിൽ വടക്കു തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ വിളിക്കുന്ന പേരാണ് ഈസ്റ്റിങ്സ്. ഉത്തരം ഓപ്ഷൻ എ, ഈസ്റ്റിങ്സ്. 12-ാമത്തെ ചോദ്യം. കർണാടകയിലെ ആദി ചുഞ്ചനഗരി പക്ഷി സങ്കേതം ഏത് പക്ഷിയുമായാണ് ബന്ധപ്പെട്ടത്? കർണാടകയിലെ ആദി ചുഞ്ചനഗരി പക്ഷി സങ്കേതം ഏത് പക്ഷിയുമായാണ് ബന്ധപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ബി, മയില്. മയിലിന് പേരുകേട്ട പക്ഷി സങ്കേതമാണ് കർണാടകയിലെ ആദി ചുഞ്ചനഗിരി. 13-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നിലനിന്ന ഭൂവുടമ സമ്പ്രദായം ഏതാണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നിലനിന്ന ഭൂവുടമ സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ്? ജമീന്ദാരി സമ്പ്രദായം, റൈറ്റ് വാരി സമ്പ്രദായം, ഫ്യൂഡൽ സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം. ഇവയെല്ലാം ഇന്ത്യയിൽ നിലനിന്ന ഭൂവുടമ സമ്പ്രദായങ്ങളാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, എല്ലാം ശരിയാണ്. 14-ാമത്തെ ചോദ്യം. ഒരു ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മേഖലകളെ സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. ഒരു ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മേഖലകളെ സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, കുടുംബങ്ങൾ സംരംഭങ്ങൾ. 15-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സേവനം ഏതാണ്? താഴെ പറയുന്നവയിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സേവനമാണ് വാർത്താവിനിമയം. ഉത്തരം ഓപ്ഷൻ സി, വാർത്താവിനിമയം. 16-ാമത്തെ ചോദ്യം. താഴെ 2 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഒരെണ്ണം പ്രസ്താവമാണ്, മറ്റൊന്ന് കാരണവുമാണ്. ദൃഢപ്രസ്താവം. 2ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ഖന വ്യവസായങ്ങളിലുള്ള പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു. 2ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ കൊടുത്തത് അടിസ്ഥാന ഖന വ്യവസായങ്ങളിലുള്ള പൊതുമേഖലാ നിക്ഷേപത്തിനായിരുന്നു. കാരണം. ഇന്ത്യയിലെ സ്വകാര്യ മേഖല ദുർബലവും വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹരണം നടത്തുന്നതിനോ ഉള്ള ശേഷിയും പ്രാപ്തിയും ഉള്ളതായിരുന്നില്ല. ഇന്ത്യയിലെ സ്വകാര്യ മേഖല ദുർബലവും വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹരണം നടത്തുന്നതിനോ ഉള്ള ശേഷിയും പ്രാപ്തിയും ഉള്ളതായിരുന്നില്ല. മുകളിലെ പ്രസ്താവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉചിതമായ ഉത്തരം കണ്ടെത്തുക. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എയും ആറും ശരിയാണ്. കൂടാതെ ആർ കൃത്യമായ വിശദീകരണമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് എയും ആറും ശരിയാണ്, കൂടാതെ ആർ കൃത്യമായ വിശദീകരണമാണ്. 17-ാമത്തെ ചോദ്യം. ചേരുംപടി ചേർക്കുക. എ. പ്രധാനമന്ത്രി ജൻധൻ യോജന. പ്രധാനമന്ത്രി ജൻധൻ യോജന സാർവത്രിക ബാങ്കിംഗ് സേവനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാർവത്രിക ബാങ്കിംഗ് സേവനം. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ഹ്രസ്വകാല തൊഴിൽ പരിശീലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ഹ്രസ്വകാല തൊഴിൽ പരിശീലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് അഭിയാൻ പഞ്ചായത്തി രാജ് സംവിധാനത്തെ ശക്തിപ്പെടുത്തൽ ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. PM ഗ്രാമ സഡക്ക് യോജന ഗ്രാമീണ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. PM ഗ്രാമ സഡക്ക് യോജന ഗ്രാമീണ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശരിയായ ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. 18. ഇന്ത്യ ഗവൺമെൻറ് അടുത്ത കാലത്തായി ചെറുധാന്യങ്ങൾ രാജ്യവ്യാപകമായി കൃഷി ചെയ്യുന്നതിന് വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. കൂടാതെ മില്ലറ്റ്സ് പോഷക സമ്പത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നു. ഇന്ത്യയിലെ മില്ലറ്റ്സ് ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഏത് സംസ്ഥാനമാണ്? ഇന്ത്യയിലെ മില്ലറ്റ് ഉൽപ്പാദനത്തിൽ
മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ മില്ലറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്നത്. 19ാമത്തെ ചോദ്യം. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പദ്ധതിയുമായി അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ്? PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പദ്ധതിയുമായി അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. സോളാർ പാനൽ സ്ഥാപിക്കുന്നതിൻ്റെ മുഴുവൻ ചെലവും ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് നൽകുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇന്ത്യയിലെ കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ തുടങ്ങിയ പദ്ധതിയാണ് PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന. 2. ഈ പദ്ധതി പ്രകാരം വീടുകളുടെ മുകളിൽ സോളാർ പാനൽ വയ്ക്കാൻ സബ്സിഡി നൽകുന്നു. ഇതും ശരിയായ പ്രസ്താവനയാണ്. 3. പദ്ധതി പ്രകാരം 1 കോടി കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതും ശരിയായ പ്രസ്താവനയാണ്. 20ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന താഴെ പറയുന്നതിൽ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന താഴെ പറയുന്നതിൽ ഏതാണ്? 1. ലക്ഷ്യപ്രമേയം നെഹ്റുവും അംബേദ്കറും കൂടി അവതരിപ്പിച്ചു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. 2. അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. ഇതും തെറ്റായ പ്രസ്താവനയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. 3. നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഇത് ശരിയായ പ്രസ്താവനയാണ്. 4. ലക്ഷ്യപ്രമേയം 1947 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാസാക്കപ്പെട്ടു. ലക്ഷ്യപ്രമേയം 1947 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാസാക്കപ്പെട്ടു. ഇതും ശരിയായ പ്രസ്താവനയാണ്. നമ്മളോട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 3ഉം 4ഉം ശരി. 21ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 8 പ്രധാന കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. താഴെ പറയുന്നതിൽ അത്തരം കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ ശരിയായത് ഏതൊക്കെയാണ്? 1. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. ഇതും ശരിയായ ജോഡിയാണ്. 2. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ നെഹ്റുവാണ്, ജവഹർലാൽ നെഹ്റുവാണ്. അതും ശരിയായ ജോഡിയാണ്. 3. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അംബേദ്കർ. ഇത് തെറ്റാണ്. 4. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇത് ശരിയാണ്. അപ്പോൾ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 1ഉം 2ഉം 4ഉം ശരിയാണ്. 22ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം മാത്രമേ ഇതിൽ ശരിയുള്ളൂ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2-ൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2-ൽ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിലാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. ഇത് ശരിയായ പ്രസ്താവനയാണ്. 3ാമത്തെ പ്രസ്താവന. 1955-ലെ പൗരത്വ നിയമം അനുസരിച്ച് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. ഇത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം ശരിയാണ്. 23ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 24ാമത്തെ ചോദ്യം. 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? 1. പാർട്ട് 4A ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു. ഭാഗം 4A ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു. ഇത് ശരിയായ പ്രസ്താവനയാണ്. 2. ലോകസഭയുടെ കാലാവധി നീട്ടി. ഇതും ശരിയായ പ്രസ്താവനയാണ്.
അപ്പോൾ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. 25-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആരാണ്? ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രിയാണ് ശ്രീ ഹർദീപ് സിംഗ് പുരി. ശ്രീ ഹർദീപ് സിംഗ് പുരിയാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി. 26-ാമത്തെ ചോദ്യം. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് എത്രാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 18-ാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു. 18-ാമത്തെ തെരഞ്ഞെടുപ്പ്. 27-ാമത്തെ ചോദ്യം. കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം. വയോമിത്രം. കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം പദ്ധതി. 28-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. ഭരണഘടനയുടെയും പഞ്ചായത്തി രാജ് ആക്ടിൻ്റെയും അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ഭരണഘടനയുടെയും പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെയും അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ഇത് ശരിയായ പ്രസ്താവനയാണ്. 2. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. 29-ാമത്തെ ചോദ്യം. ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് വിമാനത്താവളമാണ്? ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് വിമാനത്താവളമാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി കൊച്ചി വിമാനത്താവളം. കൊച്ചി വിമാനത്താവളം. 30-ാമത്തെ ചോദ്യം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു സാമ്പത്തിക വർഷം എത്ര തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്നു? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു സാമ്പത്തിക വർഷം എത്ര തൊഴിൽ ദിവസങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 100 തൊഴിൽ ദിനങ്ങൾ. 100 തൊഴിൽ ദിനങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.